ഹേയ് ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ നോമ്പിന്റെ രണ്ടാമത്തെ ദിവസമാണ്. ഇതൊരു നോമ്പ് തുറ വ്ളോഗൊന്നും അല്ല. നോമ്പ് ഓൾറെഡി ഞാൻ തുറന്നിട്ടുണ്ട്. ഒരു ഈത്തപ്പഴമൊക്കെ കഴിച്ച് വരുന്ന വഴി തന്നെ കാറിലായിരുന്നു നോമ്പ് തുറന്നത്. ഒരുപാട് ലേറ്റ് ആയി പുറത്തോട്ട് ഇറങ്ങാനായിട്ട്. പിന്നെ സ്പെഷ്യലായിട്ട് വന്നിരിക്കുന്നത് ഐസ് ലോഞ്ചിലോട്ടാണ്. സബ്-സീറോ ഐസ് ലോഞ്ച് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഇവിടെ എൻട്രൻസ് ഫീ പറഞ്ഞത് പെർ പേഴ്സൺ 85 ഖത്തർ റിയാലാണ്. രണ്ടുപേരാണെന്നുണ്ടെങ്കിൽ 80 റിയാൽ വെച്ചിട്ട്. അപ്പൊ അതിന്റെ കൂടെ അവര് നമുക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്തൊക്കെയാണുള്ളത്. ഹോട്ട് ചോക്ലേറ്റും പിന്നെ കാപ്പച്ചിനോ ലാറ്റെ ടീ, കറക് സ്പൈസി കറക്, പിന്നെ അങ്ങനെ കുറച്ച് ഡ്രിങ്ക്സ് ഒക്കെ നമുക്ക് ഇതിന്റെ കൂടെ കിട്ടും. ഈച്ച് പേഴ്സൺ. ഇതിനകത്ത് എന്താ സ്പെഷ്യൽ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഓൾറെഡി പറഞ്ഞു ഐസ് ലോഞ്ച് ആണ്. നല്ല ഐസ് ഒക്കെ ഉണ്ടാകും. ഞാൻ ഒരുപാട് തണുപ്പ് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. ഒത്തിരി തണുപ്പും കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിത് വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല. പക്ഷെ ഈ ഒരു ഐസിന്റെ ഇടയിൽ ലൈക്ക് ഫ്രീസറിൽ ഇരുന്ന കണക്ക് ഒരു കോഫി അല്ലെങ്കിൽ ഒരു ടീ കുടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. യുഎയിൽ ഓൾറെഡി ഇങ്ങനൊരു സ്ഥലമുണ്ട്. എനിക്ക് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളത്. കാരണം രാത്രി സമയങ്ങളിൽ വേറെ എന്താ നമുക്ക് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ കിട്ടുക? ഇങ്ങനെയുള്ള കുറെ കഫേസും കാര്യങ്ങളും അല്ലേ. അപ്പം ഞാൻ ഇതിന്റെ ഉള്ളിലോട്ട് കയറി ഇപ്പൊ ടോപ്പിൽ കാണുന്ന കുറച്ച് ടെർമോക്കോളും അങ്ങനെയുള്ള ഐറ്റംസ് വെച്ചിട്ട് സെറ്റാക്കിയിരിക്കുന്നതാണ്. ഇതിനകത്ത് കയറുമ്പോൾ നമുക്കൊരു അഡീഷണൽ ഡ്രസ്സ് തരും ഇതിന്റെ ഒപ്പം ഇടാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളെ ഓൺ ഡ്രസ്സ് നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. താങ്ക് യു. അങ്ങനെ അവര് തന്നിട്ടുള്ള ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ ഒരു ഇന്നർ ആദ്യപ്പോഴേ തന്നു. ആ ഇന്നർ ഇട്ടതിന് ശേഷം അതിന്റെ മുകളിലായിട്ട് ഒരു ജാക്കറ്റ്, നല്ല കട്ടിയുള്ള ഒരു ജാക്കറ്റ് ആണ്. അത് ഞാൻ ഇട്ടു. പിന്നെ തലയിൽ ഒരു ക്യാപ്പ് വെക്കണം. പിന്നെ ഞാൻ ഷൂസ് അല്ല ഇട്ടിരിക്കുന്നത്, നോർമൽ ചപ്പലാണ്. നോർമൽ ചപ്പലായതുകൊണ്ട് അവര് എനിക്ക് കാലിടാൻ ഒരു സോക്സ് ഒക്കെ തന്നു. ഇതാണ് എന്റെ ഓവറോൾ ലുക്ക്. എനിക്ക് എന്നെ കണ്ടിട്ട് ചിരി വരുന്നുണ്ട്. ഇവിടെ ആര് വന്നാലും ഇങ്ങനത്തെ ഡ്രസ്സാണ് തരുന്നത്. ഇപ്പൊ തന്നെ എനിക്ക് എന്റെ മാനസികപരമായിട്ട് ഞാൻ തളർന്നിരിക്കുന്നു. ഇത്രയും വലിയ ജാക്കറ്റും കാര്യങ്ങളാവുമ്പത്തേനും അകത്ത് അത്യാവശ്യം തണുപ്പുണ്ടെന്നുള്ള എനിക്ക് മനസ്സിലായി. ഇവിടെ ഇപ്പൊ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്തും നല്ല തണുപ്പുണ്ട്. എനിക്ക് മൂക്കി കൂടെ ഇങ്ങനെ വെള്ളം വന്നോണ്ടിരിക്കുകയാണ് തണുത്തിട്ട്. സത്യം പറഞ്ഞ ഒരു ഈത്തപ്പഴം അല്ലാണ്ട് വേറെ ഒന്നും കഴിച്ചിട്ടില്ല. ഇവിടെ വന്ന് നോമ്പ് തുറക്കാന്ന് വിചാരിച്ചാണ്. പക്ഷെ കുറച്ച് ലേറ്റ് ആയി പോയി. അതുകൊണ്ട് ആ സംഗതി നടന്നില്ല. അപ്പൊ ഞാൻ കയ്യുറ കാലറ തലയുറയൊക്കെ വെച്ച് നേരെ കയറട്ടെ. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അകത്ത് കയറിയിട്ട് കാണാം. ഈ മുകളിൽ കാണുന്ന സാധനങ്ങളൊക്കെ തെർമോക്കോളിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. നമുക്കൊരു എന്താ പറയാ, ആർട്ടിഫിഷ്യൽ ആയിട്ട് സ്നോ ഫാലിംഗ് പോലെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല, കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അയ്യോ, നമ്മളെ കോഫിയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ നേരെ അകത്തോട്ട് ഓടട്ടെ. ഞാൻ ഇവിടെ വീഡിയോ പിടിക്കുന്ന സമയം കൊണ്ട് അവർ കോഫിയൊക്കെ റെഡിയാക്കി ഉള്ളിലോട്ട് പോകുന്നുണ്ട്. ഇതെങ്ങനെ വെക്കേണ്ടത് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. ഓക്കെ, യെസ്, ടൈ ചെയ്യണമെന്ന് തോന്നണം. ടൈ ചെയ്തിട്ട് ഞാൻ വരാം ഗൈസ്. സോ എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്, എല്ലാം സെറ്റപ്പായി. അകത്തോട്ട് പോവാണ്. അകത്ത് എന്താ അവസ്ഥ എന്നറിയില്ല. അയ്യോ, ഉള്ളിലെ ടെമ്പറേച്ചർ വന്നിട്ട് -6.5 ആണ്. ഉള്ളിൽ കയറിട്ട് എന്റെ കോഫിയോടെ ഓൾറെഡി അവർ കൊണ്ടെത്തിച്ചു. ഡോറ് തുറന്നൊക്കെ അയ്യോ, ഇവിടെ ഫുൾ ഐസാണ്. നിങ്ങൾ കാണുന്നുണ്ട്, ഇത് ഫുൾ ഐസാണ്. ഇതിനുള്ളിൽ എൻ്റർ ചെയ്ത സമയത്ത് തന്നെ ഇവർ പാട്ടിട്ട് തകർക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ വീഡിയോസിൽ പുറത്ത് ഏതെങ്കിലും പാട്ട് വന്നു കഴിഞ്ഞാൽ വെറുതെ കോപ്പിറൈറ്റ് വാങ്ങിക്കേണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ഇവിടെയുള്ള ഈ സോങ്ങിന്റെ പോർഷൻ വന്നിട്ട് മ്യൂട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് വോയിസ് ഓവർ ചെയ്യേണ്ടി വന്നു. പിന്നെ അകത്ത് കയറിയിട്ടുള്ള എക്സ്പീരിയൻസ് ഞാൻ വഴിയെ പറയുന്നുണ്ട് ഗൈസ്. പിന്നെ നമ്മൾ വേണമെങ്കിൽ ഈ സോങ് വേണ്ടെങ്കിൽ അവരടുത്ത് റിക്വസ്റ്റ് ചെയ്യാം കേട്ടോ. ഞാൻ റിക്വസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും അവർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് കുറേ ബുദ്ധിമുട്ടുണ്ടായേനെ. ആക്ച്വലി ഹോട്ട് സീറ്റ് അല്ല, ഇത് ഭയങ്കര തണുപ്പാണ്. ഇത് കോൾഡ് സീറ്റ് ആണ്. ഐസും കട്ടയിലായി ഇരിക്കുന്നത്. ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. മഞ്ഞിലൊക്കെ പോയിട്ട് കുറെ കളിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഐസിൽ ഇരിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. ഞാന് മാത്രമല്ല കേട്ടോ ഇതിനകത്ത്, വരാറില്ലേ. ഇവിടെ കുറെ ആൾക്കാര്, ആക്ച്വലി 2 പേര്, അല്ല ഇനി വരാണ്ട്, വന്നാലും കുഴപ്പമൊന്നുമില്ല. സോ ഞാൻ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ 4 ആൾക്ക് ഇരിക്കാനുള്ള, 6 ആൾക്ക് ഇരിക്കാനുള്ളത്, 2 ആൾക്ക് ഇരിക്കാനുള്ളത്, ബർത്ത്ഡേ പാർട്ടീസിനുള്ളത്, കപ്പിൾസിന് ഇരിക്കാനുള്ളത്, ഇനി പ്രൈവസി ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കുറെ ഉണ്ട്. ഞാൻ കാണിച്ചാൽ ഞാൻ വന്ന് കയറിയപ്പോൾ ഇവര് പാട്ടിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് എടുക്കാത്തത്. ഞാൻ ജസ്റ്റ് ഒന്ന് കോഫി അല്ല, ഞാൻ പിസ്താഷ്യോ നട്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് എങ്ങനെ ഉണ്ടെന്നുള്ളതൊന്ന് കുടിച്ചു നോക്കിയിട്ട് ഞാൻ പറയാം. തണുപ്പാണ് ചൂടാണെന്നൊന്നും അറിയത്തില്ല. ബബിൾക്കത്തിന്റെ ടേസ്റ്റ് ഇതുണ്ടോ? ഇതെന്തോ പിസ്താഷ്യോ നട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവര്, ഇതെന്താ എന്റെ മൂക്കിലൊരു നീല കളർ? ദാറ്റ്സ് ദാറ്റ്. ഞാൻ ഇപ്പോഴാട്ടോ കാണുന്നത്. ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ കൈയൊക്കെ ഭയങ്കര വേനിച്ചിട്ടാണ് ഇങ്ങനെ വെക്കുന്നത്. നല്ല ടേസ്റ്റ് ഉള്ള ഒരു സാധനം.
ഒരു ഹോട്ട് ചോക്ലേറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കുടിച്ച് നോക്കട്ടെ. നമ്മൾ ഹോട്ട് ചോക്ലേറ്റ് പ്രാന്ത് നിങ്ങളിപ്പോൾ പല വീഡിയോസിലും കാണുന്നുണ്ടായിരിക്കും. എവിടെ ചെന്നാലും ഹോട്ട് ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ മുറവിൽ കൂട്ടുന്നുണ്ട്. തണുപ്പുള്ള സ്ഥലത്ത് പോകുമ്പോഴത്തേക്ക് ഹോട്ട് ചോക്ലേറ്റ് ബെസ്റ്റാണ്. ഒരു രക്ഷയില്ലേട്ടാ, അടിപൊളി, സൂപ്പർ, ഫാന്റാസ്റ്റിക്, ഇലാസ്റ്റിക് ആൻഡ് പ്ലാസ്റ്റിക്. അയ്യോ, രണ്ടൊരു രക്ഷയില്ലാട്ട്. 2 ഡ്രിങ്കും ഇവിടെ ആരെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ പിസ്താഷ്യോയും ഈ ഹോട്ട് ചോക്ലേറ്റും പറഞ്ഞോ. പിന്നെ ലാറ്റെ എസ്പ്രസോ ഒക്കെ വെറും വേസ്റ്റ് ആണ്. അതൊന്നും വാങ്ങിച്ച് വെറുതെ സമയം കളയണ്ട. അവര് തന്നിട്ടുള്ള ആ മെനുവിൽ സ്പെഷ്യലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇതാണ് കേട്ടോ. ഇത് തന്നെ നിങ്ങൾ വാങ്ങിക്കാൻ ശ്രമിക്കുക. ഭയങ്കര ടേസ്റ്റ് കേട്ടോ ഈ ഹോട്ട് ചോക്ലേറ്റ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഹോട്ടലിൽ നിന്ന് കുടിച്ചിട്ടുള്ള ആ ഊത്ത ഹോട്ട് ചോക്ലേറ്റ് ഒന്നല്ല, ഇത് ബെസ്റ്റ് ആൻഡ് ബെസ്റ്റ് ആണ്. ഞാൻ ഭയ്യ ഇവിടെ നടക്കാൻ വേണ്ടി തുടങ്ങി. ഇവിടെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ. എനിക്ക് എന്താന്നൊന്നും മനസ്സിലാവുന്നില്ല, പക്ഷെ എവിടെയോ കണ്ടിട്ടുള്ള. ഇത് മറ്റേ ക്ലോക്ക് ടവർ അല്ലേ ലണ്ടനിലുള്ള? എനിക്ക് അറിഞ്ഞൂടെ പഠിച്ചാണ്. ലുക്ക് ലൈക്ക് അതുപോലെ ഈ സാധനം, ഈ ടവർ. ഇത് എനിക്ക് തോന്നുന്നു ഇത് ബഹ്റൈൻ, ഖത്തറിലുള്ള ഈ ടവർ. ഞാൻ ഏതൊരു വീഡിയോയിൽ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര സെറ്റപ്പിലാട്ടോ ഇവിടെ എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നേ. ഇത് പിന്നെ ഖത്തറിൽ നമ്മളെ മറീനയിൽ നിന്ന് കാണുമ്പോൾ അങ്ങ് ദൂരെയുള്ള കുറേ ബിൽഡിങ്സ് ഇല്ലേ, അതാണ്. ഐസിലെ ടേബിള്, ഐസിലെ കസേര, കപ്പല്. കുറെ കൺട്രീസിലുള്ള ഓരോരോ ടവർ ഇവിടെ ഉണ്ട് കേട്ടോ. കാരണം ഇപ്പൊ ഞാൻ ഇവിടെ കോലാലംപൂരിലുള്ള ട്വിൻ ടവർ, മലേഷ്യയിലുള്ള ട്വിൻ ടവർ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ തന്നെയാ ഗൈസ്. പിയാനോ ഗൈസ്. കയ്യിന്ന് സ്ലിപ്പ് ആവുന്നുണ്ട് ഫോണ്. ഞാൻ ഈ ഗ്ലോ ഇട്ടിരിക്കുന്നോണ്ട് സ്ലിപ്പായി പോകുന്നുണ്ട്. ഇത് കണ്ടോ, സീറ്റിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത്. അവിടെ മാറ്റ് ഇട്ടിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് ഐസാണ്. ഇതെല്ലാം ഐസാണ്. ഇതൊന്നും ഉരുകുന്നില്ല. ഒരു മിനിമം ടെമ്പറേച്ചറിലാണ് ഇവരിത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് ഉരുകുന്നില്ല. എന്തായാലും കൊള്ളാം. ഞാൻ ഇരിക്കുന്ന ഈ ടോപ്പില്, ഈ ചെയറില് മാറ്റ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ പോയിരുന്നിട്ടുണ്ട്. നല്ല തണുപ്പ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഒരു ഡ്രാഗന്റെ മുട്ട ഉണ്ടോ നോക്കിട്ടേരാം. മെഗലിലൊക്കെ കോട്ടൺ വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ലൈറ്റ് വെച്ചിട്ടുള്ളതുകൊണ്ട് ഇങ്ങനെ കളർ ചേഞ്ച് ആവുന്നുണ്ട്. സോ അതെനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. എനിക്ക് മേലോട്ട് നോക്കുന്നതിനെങ്ങനെ താഴെ നോക്കാൻ ഇഷ്ടമാണ്. ഈ മാറ്റിന്റെ സൈഡിൽ കിടക്കുന്നത് എനിക്ക് തോന്നുന്നു ഐസ് ക്രഷ് ചെയ്തിട്ട് തന്നെ ഉള്ള തോന്നുന്നു. ബിക്കോസ് അത് അലിഞ്ഞ് കിടക്കുന്നുണ്ട് ചില സ്ഥലത്ത്. പിന്നെ തട്ടി മാറ്റുമ്പോഴത്തേനും അത് നമ്മൾ മഞ്ഞിൽ പോയിട്ടുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ടോ? ആരുടെയോ ബർത്ത്ഡേക്ക് ആഘോഷിച്ചു പോയതാ തോന്നുന്നു. ഞാൻ കുറേ നേരം നിൽക്കാമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. എൻ്റെ വിരൽ പൊട്ടി തുടങ്ങി. നല്ല പെയിന്, സഹിക്കാൻ പറ്റുന്നില്ലാത്ത അത്രയും പെയിന് വരുന്നുണ്ട്. ഇവിടെ ഒരു സിംഹാസനമാണ്, ഞാൻ നിൽക്കട്ടെ. നീ ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒരിക്കലും ഇരിക്കാൻ പറ്റില്ല എന്നുള്ള ഞാൻ പറയരുതല്ലോ. മസ്റ്റായിട്ട് വന്ന് കണ്ട് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ്, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടെ എന്തായാലും മഞ്ഞൊന്നും വീഴാൻ പോകുന്നില്ല. ദുബായിലും ഖത്തറിലൊന്നും മഞ്ഞ് വീഴാൻ പോകണമെന്ന് എനിക്ക് കയ്യിൽ നിൽക്കുന്നില്ല ഗൈസ്. അതാണ് പ്രശ്നം. ഈ ഒരു എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം. ഞാൻ എന്തോ കാട്ടിക്കൂട്ടുന്നുള്ളത്. എൻ്റെ മൈൻഡൊക്കെ ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആയി. എൻ്റെ കൈ ഇങ്ങനെ വേദനിക്കുന്നുണ്ട്, പൊള്ളുന്ന പോലെ എനിക്ക് തോന്നുന്നത്. സെയിം ഫീൽ അല്ലേ? ചത്തൂല്ലേ? ചത്ത് അപ്പോൾ നമുക്കിവിടെ നിന്ന് ഇറങ്ങാം. ഞാൻ വിചാരിച്ചു കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാവുന്ന ടൈമൊക്കെ, പക്ഷേ ഇല്ല, നടക്കുമെന്ന് തോന്നുന്നില്ല. ഇതിനകത്ത് കയറി ഒരു 5 മിനിറ്റ് ആയപ്പോൾ തന്നെ എനിക്ക് മതിയായി. പിന്നെ നിങ്ങൾക്ക് വീഡിയോസ് എടുത്ത് കാണിച്ചു തരണമല്ലോ, നിങ്ങൾക്ക് ഇതിനകത്ത് എന്തൊക്കെയുള്ളതെന്നുള്ളതൊന്ന് കാണിച്ചു തരണമെന്ന് കരുതി മാത്രമാണ് ഞാൻ ഇത്രയും സമയം നിന്നത്. ഹോട്ട് ചോക്ലേറ്റ് കഴിച്ചിട്ട് ഈ പിസ്താഷ്യോ നട്ട്സ് കഴിച്ചപ്പോൾ വലിയ സുഖമൊന്നുമില്ല.
പിന്നെ ഇതിനകത്ത് വേറെ ഫുഡ് ഐറ്റംസ് അങ്ങനെ ഒന്നും അലോ ചെയ്യത്തില്ല, നമുക്ക് പുറത്തുനിന്നും കൊണ്ടുവരാൻ കഴിയില്ല. ഇതിനകത്തുള്ള ഈ പറഞ്ഞ നമുക്കൊരു എൻട്രി ഫീ ഉണ്ടല്ലോ, ഒരു എൻട്രി ഫീ ഉണ്ട് 80 റിയാല്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ കോഫി ഓർഡർ ആക്കാൻ പറ്റും, ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്യാം. അതല്ലാണ്ട് വേറെ ഒന്നും ഇതിനകത്ത് അലോ ചെയ്യത്തില്ല. സോ ബെറ്റർ ഞാൻ പറഞ്ഞല്ലോ, ഈ ഹോട്ട് ചോക്ലേറ്റും ഇതും വാങ്ങിക്കുന്നതാണ് നല്ലത്. ബാക്കിയുള്ള ഐറ്റംസ് എനിക്ക് തോന്നുന്നില്ല ഇതിനകത്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ടേസ്റ്റ് നോർമൽ അല്ല, ഇത് കുറച്ചുകൂടെ ബെറ്റർ ആണ്. ആരും ഞെക്കും. രണ്ടാൾക്കും കൂടെ 160 ദിർഹംസ് കൊടുത്തിട്ട് 2 മിനിറ്റോളം തികച്ചിക്കാൻ പറ്റില്ല പറഞ്ഞിട്ട് ഒരാൾക്ക് ഇപ്പൊ വെളി പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പം ഇവിടെ എക്സ്ക്ലൂസീവ്ലി നമുക്ക് കിട്ടിയിട്ടുള്ളൂ, വേറെ ആരും ഇപ്പോൾ ഇതുവരെയും വന്നിട്ടില്ല. ഒരു 10-15 മിനിറ്റ് ആയെന്ന് തോന്നുന്നു ഇതിനകത്ത് കയറിയിട്ട്. സോ 160 ദിർഹംസ് കൊടുത്തതിന്റെ പേരിൽ അത്യാവശ്യം കറങ്ങി കണ്ട് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് പോയാൽ മതി എന്നാണ് ഞാൻ വാശി പിടിക്കുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല കൊച്ചു പിള്ളേരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നിൽക്കാൻ പറ്റുന്നുള്ളത്. സോ പിള്ളേരെയൊന്നും കൊണ്ടുവന്ന് വെറുതെ സീനാക്കാൻ നിൽക്കണ്ട. ഇതിനകത്ത് നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ഓൺലി 160 റിയാൽ കൊടുത്തിട്ട് മാത്രമാണ് ഞാൻ ഇതിനകത്ത് ഇങ്ങനെ കറങ്ങി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. കാരണം ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ആകെ എൻ്റെ ഓർമ്മയിൽ ഉണ്ടാവുന്നത് ഈ വീഡിയോസ് ആണ്. ഈ എക്സ്പീരിയൻസ് ഓക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഒരുപാട് തണുപ്പുള്ള സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ബട്ട് ഈ ഒരു സംഭവം എന്ന് പറയുമ്പം ഇത് മാൻമെയ്ഡ് ആണ്, മറ്റത് നാച്ചുറൽ ആണ്. നാച്ചുറൽ വേറെ, മാൻമെയ്ഡ് വേറെയാണ്. ഇത് കാണണമെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് തന്നെ വരണം. സോ ഇതുപോലെ വേറൊരു കഫേ കൂടെ ഉണ്ട് UAE. അതെനിക്ക് തിരിച്ച് പോയിട്ട് റമദാനെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് എടുക്കണം. അവിടെ പെൻഗിനൊക്കെ ഉണ്ട്, ഇവിടെ അതില്ല, ഇവിടെ നമ്മൾ ഒറ്റയ്ക്കാണ്. സോ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. എന്താ പറയുക, ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ തണുപ്പൊക്കെ കൊണ്ട് പോകുന്ന അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഞാൻ ഒരിക്കലും വോത്തല്ല എന്ന് പറയുന്നില്ല, നല്ല വോത്താണ്, കാണാനുണ്ട്. പിന്നെ ഇവിടുത്തെ ഇതിന്റെ ഡ്രിങ്കിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ കൊള്ളാന്നുള്ളത്. സോ മസ്റ്റ് ആണ്, എല്ലാവരും വന്നിട്ട് എൻജോയ് ചെയ്തിട്ട് പോവുക. ഇത് വന്നിട്ട് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ് സീറോ എന്ന് പറഞ്ഞിട്ടുള്ള ഐസ് ലോഞ്ച്, നമ്മൾ ദോഹലന്നെ. അപ്പൊ ഈ ഒരു പേര് മാത്രം നിങ്ങൾ സെർച്ച് കഴിഞ്ഞാൽ കിട്ടും. പിന്നെ ഇതിനകത്തുള്ള പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ എവിടെയാന്നൊക്കെ ഉള്ളത് നിങ്ങൾ താഴെ വന്ന് ഈ സ്പോട്ടിലെത്തി കഴിഞ്ഞിട്ട് ഇവിടുത്തെ സെക്യൂരിറ്റിൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, താഴെ അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. അല്ലാതെ എനിക്ക് പറഞ്ഞു തരണോ, ബിക്കോസ് ഞങ്ങൾ കുറേ തെണ്ടിച്ചിട്ടുണ്ട് ഇതിനകത്തോട്ട് എത്തിയത്. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. നെക്സ്റ്റ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. എനിക്ക് ഏകദേശം എൻ്റെ ശ്വാസം മുട്ടി തുടങ്ങി. അപ്പോൾ ഞാൻ പോകുന്നു. ടാറ്റാ, ബൈ ബൈ.